കോപ്പറേറ്റീവ് എഡ്യൂടെക്കിന്റെ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ക്ലാസ്സിലേക്ക് സ്വാഗതം. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ അസിസ്റ്റന്റ് കേരള PSC പരീക്ഷ സിലബസുമായി ബന്ധപ്പെട്ട കൊമേഴ്സിൽ നിന്നുള്ള 10 മൊഡ്യൂളുകളുടെയും ക്ലാസ്സുകൾ ഓപ്പൺ ആണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു ദിവസം 4ൽ കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. യഥാസമയം കിട്ടുന്നതിന് വേണ്ടിയിട്ട് നോട്ടിഫിക്കേഷൻ ലിങ്ക് ഓൺ ആക്കി വെക്കുക. ഓരോ ക്ലാസ്സിന് ശേഷം അതുമായി ബന്ധപ്പെട്ട MCQ ക്വസ്റ്റ്യനുകൾ, PYQ ഉൾപ്പെടെയുള്ളവ ഡിസ്കഷൻ നടത്താറുണ്ട്. തൊട്ടടുത്ത വീഡിയോയിൽ ഓരോ ക്ലാസ്സിന്റെയും നോട്ടുകൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ടെലഗ്രാം ഗ്രൂപ്പ് ഫോളോ ചെയ്യുക. മാർക്കറ്റിംഗ് മാനേജ്മെന്റ് മൊഡ്യൂൾ 9 10 മാർക്കിനാണ് ഉള്ളത്. അതിൽ രണ്ടാമത്തെ ക്ലാസ് ആണ് കൺസ്യൂമർ ബിഹേവിയർ. മാർക്കറ്റിംഗ് ഓഫ് പ്രൊഡക്ട്സ് ആൻഡ് സർവീസ് എന്ന ആദ്യ പാർട്ടിന്റെ ക്ലാസ് പ്ലേലിസ്റ്റിൽ ലഭ്യമാണ്. മുൻപേ നടന്ന ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് അതാത് പ്ലേലിസ്റ്റുകൾ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് നോക്കുക. ഈ ക്ലാസ്സിൽ കൺസ്യൂമർ ബിഹേവിയർ എന്ന ഭാഗമാണ് ഉൾപ്പെടുത്തിയത്. ആദ്യം മീനിങ് എന്താ നോക്കാം. ഞാൻ കുറച്ച് എക്സാമ്പിൾസ് ആദ്യം പറയട്ടെ. ഇപ്പോൾ കാറ്, ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ, ഇൻഷുറൻസ് പോളിസി, FMCG ഗുഡ്സ്, സ്നാക്സ്, സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഇവയെല്ലാം ഒരു കസ്റ്റമർ, ഈ കേൾക്കുന്ന ആളുകളൊക്കെ കസ്റ്റമേഴ്സ് ആയിരിക്കുമല്ലോ, കൺസ്യൂമേഴ്സ് ആയിരിക്കും. ഇതൊക്കെ ഒരേ ലാഘവത്തോടെയാണ് ഇത് വാങ്ങാറുള്ളത്. ഒരേ രൂപത്തിൽ തന്നെയാണോ ഇത് വാങ്ങാറുള്ളത്? ചില പ്രൊഡക്റ്റ് വാങ്ങുന്ന മുമ്പ് റിസർച്ച് നടത്താറുണ്ട്. ചില പ്രൊഡക്റ്റ് വാങ്ങുന്ന മുമ്പ് പിന്നെ ആലോചിക്കാറുണ്ട്. ചില പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ അത് വേണ്ടില്ലായിരുന്നു തോന്നാറുണ്ട്. അങ്ങനെ പലതിൻ്റെയും അത് ഒരു കൺസ്യൂമർ ബിഹേവിയറിന്റെ ഭാഗമാണ്. പലതിനും പല രീതികളാണ് ഉണ്ടാവുക. ചിലത് നമ്മൾ ഒരുങ്ങി പോയി വാങ്ങുന്നത് ഉണ്ടാവാറുണ്ട്, കാഷ്വൽ ആയിട്ട് വാങ്ങുന്ന പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടാവാറുണ്ട്. ആ ഭാഗത്തേക്ക് നമ്മൾ പോകുന്നത്. കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ഹൗ ഇൻഡിവിജ്വൽസ്, ഗ്രൂപ്സ് ആൻഡ് ഓർഗനൈസേഷൻസ് സെലക്ട്, പർച്ചേസ്, യൂസ് ആൻഡ് ഡിസ്പോസ് ഓഫ് ഗുഡ്സ്, സർവീസ്, ഐഡിയാസ് ഓർ എക്സ്പീരിയൻസ് ടു സാറ്റിസ്ഫൈ ദർ നീഡ്സ് ആൻഡ് വാണ്ട്സ്. ഓരോ ആളുകളും അവരെ നീഡ് അല്ലെങ്കിൽ വാണ്ട് അത് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പർച്ചേസ് ചെയ്യാറുണ്ട്. അത് പ്രൊഡക്റ്റ് ആവാം, സർവീസ് ആവാം, അത് ഗ്രൂപ്പ് പർച്ചേസ് ആവാം, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആവാം, ഒരു ഓർഗനൈസേഷന് വേണ്ടിയിട്ടാവാം. എന്താണെങ്കിൽ പോലും അത് ഉപയോഗിക്കുന്ന രീതി, വാങ്ങുന്ന രീതിയിൽ, അത് ഉപയോഗം കഴിഞ്ഞിട്ട് അത് ഒഴിവാക്കുന്ന രീതിയിൽ, അതിന്റെ സാറ്റിസ്ഫാക്ഷനിൽ എല്ലാം വ്യത്യസ്ത രീതി പുലർത്താറുണ്ട്, അല്ലെങ്കിൽ വ്യത്യസ്ത സ്വഭാവം പുലർത്താറുണ്ട്. ഇതിനെയാണ് കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയാം. ഇറ്റ് കമ്പൈൻസ് ഇൻസൈറ്റ്സ് ഓഫ് സൈക്കോളജി, സോഷ്യോളജി, എക്കണോമിക്സ് ആൻഡ് മാർക്കറ്റിംഗ്. ഈ 4 മെയിൻ എലമെന്റുകൾ എല്ലാം കൂടെ, അല്ലെങ്കിൽ ഇവയെല്ലാം കൺസ്യൂമർ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്, അതിൽ സോഷ്യോളജിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മൾ ഒരു കൾച്ചറിലാണ് ജീവിക്കുന്നത്, ഒരു സമൂഹത്തിലാണ് ജീവിക്കുന്നത്. അപ്പൊ അതിന് അനുയോജ്യമായ പ്രൊഡക്ട്സ് ആണ് നമ്മൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ അത് ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. നമ്മൾ ഇനി ജോലി ആവശ്യാർത്ഥം വേറൊരു നാട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ രീതി നമ്മളെ ബാധിക്കാറുണ്ട്. അതുപോലെ സോഷ്യോളജിക്കൽ. ഇനി എക്കണോമിക്സും ഒരു ഘടകമാണ്. നമ്മുടെ സാമ്പത്തിക ലെവൽ അല്ലെങ്കിൽ എക്കണോമിക് ലെവൽ ഒരു എലമെന്റ് ആണ്. അതേപോലെ പല മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉപയോഗിക്കാറുണ്ട്. പലതിലും നമ്മൾ വീണു പോവാറുണ്ട്. അപ്പൊ അതൊക്കെ ഒരു എലമെന്റുകളാണ്. ഇതിനെല്ലാം കമ്പൈൻസ് ചെയ്തിട്ടാണ് കൺസ്യൂമർ ബിഹേവിയർ ഫോം ചെയ്യുന്നത്. ഒന്നുകൂടി വ്യക്തമായി പറയുകയാണെങ്കിൽ, വാട്ട് ഡു കൺസ്യൂമേഴ്സ് ബൈ, അല്ലെങ്കിൽ വൈ ഡു ദേ ബൈ, ഹൗ ഡു ദേ ബൈ, വെൻ ആൻഡ് വേർ ഡു ദേ ബൈ. ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ ആൻസറിനെ വേണമെങ്കിൽ നമുക്ക് എന്ത് പറയാം? കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയാം. ഓരോ ആളുകൾക്കും ഇത് വ്യത്യസ്ത ആൻസറുകളായിരിക്കും ഉണ്ടാവുക. അത് വ്യത്യാസം ആവാനുള്ള കാരണം അവരുടെ ബിഹേവിയറിൽ വരുന്ന മാറ്റമാണ്. ആ ബിഹേവിയറിലെ മാറ്റത്തിനനുസരിച്ചായിരിക്കും അവരുടെ പ്രൊഡക്റ്റ്, സർവീസ് എന്നിവയിൽ വരുന്ന ചോയ്സ്. അത് ക്വാണ്ടിറ്റി ഉള്ളതാണോ, ക്വാളിറ്റി ഉള്ളത് വേണോ, അതല്ലെങ്കിൽ ലക്ഷറി വേണോ, അതല്ല ജസ്റ്റ് അത് കാര്യം സാധിച്ചാൽ മതിയോ എന്നൊക്കെ രീതിയിലേക്ക് പോകണമെങ്കിൽ അത് മെയിൻ എലമെന്റ് അവിടെ കൺസ്യൂമർ ബിഹേവിയർ തന്നെയാണ്. അപ്പൊ നോക്കാം, വാട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റഡിയിങ് കൺസ്യൂമർ ബിഹേവിയർ. കൺസ്യൂമർ ബിഹേവിയർ എന്തിനാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്, അല്ലെങ്കിൽ ഈ മാർക്കറ്റിംഗ് ലെവൽ ഓർഗനൈസേഷനുകൾ എന്തിനാണ് കൺസ്യൂമർ ബിഹേവിയർ ഫോക്കസ് ചെയ്യുന്നത്? അത് മൈൻഡ് ചെയ്യേണ്ടതുണ്ടോ, അതിന് മാത്രം ഇമ്പോർട്ടൻ്റ് ഉണ്ടോ എന്നതിന് ഇനി പറയുന്ന പോയിന്റുകൾ ആൻസർ ചെയ്യും. ഹെൽപ്സ് ബിസിനസ് അണ്ടർസ്റ്റാൻഡ് കസ്റ്റമർ നീഡ്സ്.
പ്രിഫറൻസ് ആൻഡ് ബൈയിങ് മോട്ടീവ്സ്. ഓരോ ആളുകൾക്കും അവരുടേതായ രീതികളിലുള്ള ചോയ്സ് ഉണ്ടാവും, അവരുടേതായ രീതിയിലൊരു നീഡ് ഉണ്ടാവും, അവർക്ക് ഒരു പ്രിഫറൻസ് ഉണ്ടാകും, അവർക്കൊരു മോട്ടീവ് ഉണ്ടാവും, വാങ്ങാനുള്ള ഒരു കാരണമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഓരോ ആളുകൾക്കും വ്യത്യസ്തമാണ്. അപ്പൊ അത് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ മാത്രമേ ഒരു മാർക്കറ്റർക്ക് അവർക്ക് അനുയോജ്യമായ പ്രൊഡക്റ്റ് ഇഷ്യൂ ചെയ്യാൻ കഴിയുള്ളൂ. ഗൈഡ്സ് പ്രൊഡക്റ്റ് ഡിസൈൻ, ഫീച്ചേഴ്സ്, പാക്കേജിങ് ആൻഡ് ഇന്നോവേഷൻ. പ്രൊഡക്റ്റിന്റെ ഡിസൈൻ എങ്ങനെ ആയിരിക്കണം, അതിന്റെ ഫീച്ചർ എങ്ങനെ ആയിരിക്കണം, ഡിസൈൻ എങ്ങനെ ആയിരിക്കണം എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? അത് ആരാണ് അത് യൂസ് ചെയ്യുന്നത്? അത് ജെൻസിനുള്ള പ്രൊഡക്റ്റ് ആണോ, ലേഡീസിനുള്ളതാണോ, കിഡ്സിനുള്ളതാണോ? അപ്പൊ അതിനനുസരിച്ചൊക്കെ അതിന്റെ ഡിസൈനിൽ തന്നെ മാറ്റം വന്നിട്ടുണ്ടാവും, കളർ കോമ്പിനേഷനിൽ മാറ്റം വന്നിട്ടുണ്ടാവും. ഫീച്ചേഴ്സ് അല്ലെങ്കിൽ പാക്കേജിങ് സ്റ്റൈല് ഇന്നോവേറ്റീവ് ആക്കേണ്ടതുണ്ടോ, വീണ്ടും വീണ്ടും അത് അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ടോ? അപ്പൊ ഇതിനൊക്കെ ഗൈഡ് ചെയ്യല് കൺസ്യൂമർ ബിഹേവിയർ ആണ്. അതേപോലെ സപ്പോർട്ട്സ് സെഗ്മെന്റേഷൻ. നമുക്കറിയാം മാർക്കറ്റിൽ സെഗ്മെന്റേഷൻ ഉണ്ട്. എൻ്റർ മാർക്കറ്റിനെ ഓരോ ക്യാരക്ടർ ബേസിൽ വ്യത്യസ്ത പാട്ടാക്കും. അതാണ് സെഗ്മെന്റേഷൻ എന്ന് പറഞ്ഞാല്. ഇപ്പൊ പുക വലിക്കുന്ന പുക ഉൽപ്പന്നം ഇറക്കുന്ന ഒരു കമ്പനി, അവരെ സെഗ്മെന്റേഷൻ എങ്ങനെ പോവാം? പുക വലിക്കുന്നവർ, വലിക്കാത്തവർ. വലിക്കുന്നത് ചിലപ്പോൾ അവർക്ക് മാറ്റി വെക്കാം, കാരണം അവർ ആദ്യമേ വലിക്കുന്നുണ്ട്. ഇനി വലിക്കാത്തവരിൽ വലിക്കാൻ ചാൻസ് ഉള്ളവർ, അങ്ങനെ പല രീതിയിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു വിഭാഗത്തിനെ ടാർഗറ്റ് ചെയ്യേണ്ടതുണ്ട്, അത് ടാർഗറ്റിങ്. എന്നിട്ട് അവരിൽ മനസ്സിലേക്ക് ഇത് പതിപ്പിക്കേണ്ടതുണ്ട്, പൊസിഷനിങ് ഫോർ എഫക്റ്റീവ് മാർക്കറ്റിംഗ്. അപ്പം ഇതിനെല്ലാം ഈ പറഞ്ഞ സെഗ്മെന്റേഷനും ടാർഗറ്റിങ്ങും പൊസിഷനും ഒക്കെ വലിയ എലമെന്റുകളാണ് മാർക്കറ്റിംഗിലെ, വലിയ വലിയ കാര്യങ്ങളാണ്. അപ്പൊ അത് കൺസ്യൂമർ ബിഹേവിയറിനെ ഡിപ്പെൻഡ് ചെയ്യും. ദെൻ ആന്റിസിപ്പേറ്റ്സ് മാർക്കറ്റ് ട്രെൻഡ് ആൻഡ് കൺസ്യൂമർ ഡിമാൻഡ് ഷിഫ്റ്റ്. മാർക്കറ്റിന് ഒരു ട്രെൻഡ് ഉണ്ടാവും, ഓരോ സമയത്തും ഓരോ ട്രെൻഡാണ്, എന്തിനും ട്രെൻഡ് ഉണ്ടല്ലോ. അപ്പൊ ആ ട്രെൻഡ് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യേണ്ടതുണ്ട്, ആ ട്രെൻഡ് ആന്റിസിപ്പേറ്റ് ചെയ്യേണ്ടതുണ്ട്, ആ ട്രെൻഡ് മുൻകൂട്ടി അറിയേണ്ടതും കാണേണ്ടതുണ്ട്. അതേപോലെ കൺസ്യൂമർ ഡിമാൻഡ് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. കൺസ്യൂമേഴ്സിന്റെ ഓരോ സമയത്ത് അവർക്ക് ഓരോ ഡിമാൻഡ് ഉണ്ടാവുക. ഇന്നിപ്പോ ഓണം സീസൺ ആണ്, ഓണം സീസണിൽ ഉള്ള ഡിമാൻഡ് ഒരു തരം പ്രൊഡക്റ്റുകൾക്ക് ഡിമാൻഡ് ഉണ്ടാവും. ഈ ഓണം കഴിഞ്ഞാൽ അത് പിന്നെ ആർക്കും വേണ്ടിയില്ല, ആർക്കും മൈൻഡ് തന്നെ ഉണ്ടാവില്ല. അപ്പൊ അത് ഡിമാൻഡ് ഷിഫ്റ്റ് ചെയ്യും. അതിനൊരു കാരണങ്ങളുണ്ട്, അത് കൾച്ചറൽ ഇമ്പാക്റ്റ് ആണ് അത്. അപ്പോൾ ഇത്തരത്തില് ഒരു കൺസ്യൂമേഴ്സിന് ഡിമാൻഡ് ഷിഫ്റ്റ് ചെയ്യും. ഓരോ സമയത്ത് ഓരോ തരത്തിൽ ഡിമാൻഡ് വന്നേക്കാം ഓരോ പ്രൊഡക്റ്റിന്. എൻഹാൻസ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, ലോയാലിറ്റി ആൻഡ് ലോങ് ടേം റിലേഷൻഷിപ്പ്. ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട് കസ്റ്റമറായിട്ട്. അപ്പൊ അയാളുടെ ബിഹേവിയർ അറിയണം. ഒരു ലോയാലിറ്റി ബിൽഡ് ചെയ്യേണ്ടതുണ്ട്. ഒരു ലോയൽ കസ്റ്റമർ ആക്കി മാറ്റേണ്ടതുണ്ടെങ്കിലും അവരെ ബിഹേവിയർ അറിയണം. പിന്നെ കസ്റ്റമറെ സാറ്റിസ്ഫൈ ചെയ്യിക്കണമെങ്കിലും കൺസ്യൂമർ ബിഹേവിയറിൽ വലിയ പങ്കുണ്ട്. അസിസ്റ്റ് ഗവൺമെന്റ്സ് ആൻഡ് പോളിസി മേക്കേഴ്സ് ഇൻ ഫ്രെയിമിംഗ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ മെഷേഴ്സ്. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം പോളിസി മേക്കിങ്ങിലും ഇതുമായി ബന്ധപ്പെട്ട റെഗുലേഷൻസിലും ഒക്കെ, അല്ലെങ്കിൽ കൺസ്യൂമറെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും, അപ്പോഴും ഇത് എന്തിന്റെ ബേസിലായിരിക്കും ഇതൊക്കെ വരിക? കൺസ്യൂമർ ബിഹേവിയറിന്റെ ബേസ് തന്നെ ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദി ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് കൺസ്യൂമർ ബിഹേവിയർ? എന്തെല്ലാം ഫാക്ടേഴ്സ് ഒരു ബിഹേവിയർ ഇൻഫ്ലുവൻസ് ചെയ്യും? എന്തെല്ലാം ഫാക്ടേഴ്സ് ഉണ്ട്? മുകളിൽ ഇൻട്രോയിൽ പറഞ്ഞ പോലെ വ്യത്യസ്ത പ്രൊഡക്റ്റിന് വ്യത്യസ്ത രീതിയിലാണ് നമ്മൾ അത് നോക്കുക എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതിന് പിറകിൽ ഒരുപാട് എലമെന്റുകളുണ്ട്, ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. എന്തൊക്കെയാണ് ആ ഫാക്ടേഴ്സ്? ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് കൺസ്യൂമർ ബിഹേവിയർ. അതിലൊന്ന് കൾച്ചറൽ ഫാക്ടേഴ്സ് തന്നെയാണ്. കൾച്ചറൽ ഫാക്ടേഴ്സിന് വലിയൊരു പങ്ക് നമ്മുടെ ഈ ബൈയിങ് ബിഹേവിയറിലുണ്ട്, കൺസ്യൂമർ ബിഹേവിയറിലുണ്ട്. പ്രത്യേകിച്ചും കൾച്ചർ അല്ലെങ്കിൽ സബ് കൾച്ചർ, സോഷ്യൽ ക്ലാസ് ഇൻഫ്ലുവൻസ്, അല്ലെങ്കിൽ പിന്നെ ലൈഫ് സ്റ്റൈല്, ബൈയിങ് ഹാബിറ്റ്സ്, ഇതൊക്കെ കൾച്ചറൽ ഫാക്ടേഴ്സിൽ വരും. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിൽ ഓണം സമയത്ത് ആളുകൾ ധാരാളമായിട്ട് പുതുവസ്ത്രങ്ങളും പൂക്കളും വാങ്ങുന്നുണ്ട്, അതിൽ തർക്കമല്ല. അത് എന്തുകൊണ്ടാണ്? അത് തികച്ചും ഒരു കൾച്ചറൽ ഫാക്ടേഴ്സിന്റെ ഇൻഫ്ലുവൻസ് ആണ്. നമ്മുടെ നമ്മുടെ ബൈയിങ് ബിഹേവിയറിൽ ഒരു മാറ്റം വരാനുള്ള കാരണം അവിടെ തികച്ചും കൾച്ചറൽ ഫാക്ടറാണ്. ഇപ്പൊ കൾച്ചറൽ ഫാക്ടേഴ്സ് തന്നെ ഒരുപാട് എലമെന്റുകളുണ്ട്. കൾച്ചർ, സബ് കൾച്ചർ, അല്ലെ? കൾച്ചർ വിത്തിൻ എ കൾച്ചർ, സബ് കൾച്ചർ. സോഷ്യൽ ക്ലാസ്സുകൾക്ക് ഇൻഫ്ലുവൻസ് ഉണ്ട്, ഹൈ ക്ലാസ്, ലോ ക്ലാസ്, മിഡിൽ ക്ലാസ്. അപ്പൊ ആ ക്ലാസ്സിന് ചേർന്നതല്ല, അതിന് ഇന്ന പ്രീമിയം പ്രൊഡക്റ്റ് വേണം, അല്ലെങ്കിൽ അത് വേണ്ട, എന്തൊക്കെ ക്ലാസ് ലെവൽ അനുസരിച്ചാണ്. അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈല്, ചില ആൾക്കാർ ലൈഫ് സ്റ്റൈലിൽ മാറ്റം ഉണ്ടാകും. ചില ആളുകൾക്ക് ലക്ഷറി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്നവരുണ്ടാകാം, തിരിച്ചൊക്കെ ഉണ്ടാവാം.
അതൊന്നും പണത്തിന്റെ അടിസ്ഥാനത്തിലാവില്ല, പണം ഉണ്ടോ ഇല്ലതിന്റെ അടിസ്ഥാനത്തിലൊന്നും ആവില്ല. അത് ഒരു കൾച്ചറൽ ഫാക്ടർ കൊണ്ടാണ്. മറ്റൊന്ന് സോഷ്യൽ ഫാക്ടേഴ്സ് ആണ്. എന്ന് പറഞ്ഞാൽ സാമൂഹിക ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ റെഫറൻസ് ഗ്രൂപ്പ് ഉണ്ട്. നമ്മൾ പലപ്പോഴും വാങ്ങാൻ വേണ്ടിയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കുക ഇന്ന കമ്പനി ഇന്ന ബ്രാൻഡ് എന്നതിൽ പ്രധാന പങ്ക് വഹിക്കൽ ഈ ഫ്രണ്ട്സോ അല്ലെങ്കിൽ കൊളീഗ്സോ ആയിരിക്കും. അവരെയാണ് റെഫറൻസ് ഗ്രൂപ്പ് എന്ന് പറയാം. അപ്പൊ റെഫറൻസ് ഗ്രൂപ്പിൽ അവരെ വാക്കുകൾക്ക് ഏതിലേറെ വിശ്വാസമുണ്ട്, ആ ബ്രാൻഡിന്റെ പരസ്യത്തെക്കാൾ വിശ്വാസമുണ്ട്. അപ്പോൾ അതൊരു വലിയൊരു ഘടകമാണ്. സോഷ്യൽ ഫാക്ടേഴ്സിൽ മെയിൻ ആയിട്ട് വരുന്നതാണ് റെഫറൻസ് ഗ്രൂപ്പ്. ഇപ്പോൾ ഫാമിലി ചില മെമ്പേഴ്സിന് റോൾ ഉണ്ടാവും, അപ്പൊ അവരെ വാക്കുകൾക്ക് വില ഉണ്ടാവും, അത് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടാം. അതല്ലെങ്കിൽ സോഷ്യൽ സ്റ്റാറ്റസ്, ചോയ്സ്, ഷേപ്പ്, ഇതൊക്കെ എന്താണ് സോഷ്യൽ ഫാക്ടേഴ്സ് ആയിട്ട് വരാം. അതായത് ഈ സാമൂഹിക ഘടകങ്ങൾ എന്ന സോഷ്യൽ ഫാക്ടേഴ്സിൽ വലിയ റോൾ ഉണ്ട് കൺസ്യൂമർ ബിഹേവിയറിൽ. അത് വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു മൊബൈൽ ഫോൺ വാങ്ങുന്ന സമയത്ത് ഒരു വിദ്യാർത്ഥി തൻ്റെ സുഹൃത്തുക്കൾ എല്ലാവരും ചേർന്നിട്ട് അല്ലെങ്കിൽ എല്ലാവരും ഉപയോഗിക്കുന്ന ബ്രാൻഡ് മൊബൈൽ ഫോൺ തന്നെ വാങ്ങാൻ ശ്രമിക്കാറുണ്ട്. എല്ലാവരിലും അവന്റെ ഗ്രൂപ്പിലുള്ള എല്ലാവരിലും അത് തന്നെയാണ് എന്നത് കണ്ടാണ് അത് സംഭവിക്കുന്നത്. റെഫറൻസ് ഗ്രൂപ്പിന്റെ സ്വാധീനമാണ് സംഭവിക്കുന്നത്. മറ്റൊരു ഫാക്ടറാണ് പേഴ്സണൽ ഫാക്ടേഴ്സ്. പേഴ്സണൽ ഫാക്ടേഴ്സ് പറയുമ്പോൾ തികച്ചും പേഴ്സണൽ ആണ്. ഏജ്, സ്റ്റേജ് ഇൻ ലൈഫ് സൈക്കിൾ, അല്ലെങ്കിൽ ഓക്യുപ്പേഷൻ, ഇൻകം, പേഴ്സണാലിറ്റി, ലൈഫ് സ്റ്റൈൽ എഫക്റ്റ്, കൺസംഷൻ ലെവല്. ഇപ്പോൾ ഏജ് ഒരു ഘടകമാണ്. ഓരോ ഏജിനും വ്യത്യസ്ത രീതി ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഒരാൾക്കൊരു വാഹനം വേണം, അത് ഒരു യുവാവാകുന്ന സമയത്ത് ഒരു 18, 20, 25 വയസ്സ് സമയത്ത് ഒരു സ്പോർട്സ് ബൈക്ക് ആയിരിക്കും അവർ പ്രിഫർ ചെയ്യുക. അപ്പോൾ പിന്നെ ഒരു 45 ഏജിൽ ഒരാളാണെങ്കിൽ അവർ പ്രിഫർ ചെയ്യല് വേറെ ഒരു സ്കൂട്ടർ അല്ലെങ്കിൽ വേറൊരു രീതി ആയിരിക്കും ഉണ്ടാവുക. അതിന് കാരണം മെയിൻ ആയിട്ട് ഒരു എലമെന്റ് ഏജ് തന്നെയാണ്. മാത്രമല്ല ലൈഫ് സൈക്കിൾ സ്റ്റേജ് ഉണ്ടല്ലോ. ഒരാൾ ജോലി കിട്ടിയ ഉടനെ അതൊരു സ്റ്റേജ് ആണ്. വിദ്യാർത്ഥിയാകുന്ന സമയത്ത് ഒരു സ്റ്റേജ് ആണ്. പിന്നെ ഒന്ന് സെറ്റിൽഡ് ആയ ശേഷം അതൊരു സ്റ്റേജ് ആണ്. അപ്പൊ ഓരോ സ്റ്റേജിലും ഒരേ കാര്യത്തോടുള്ള സമീപനം ഇതിൽ എന്തുണ്ടാവും, മാറ്റങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അത് ഒരു ഫാക്ടറാണ്, തികച്ചും പേഴ്സണൽ ആണ്. ഓക്യുപ്പേഷണൽ ഇൻകം ഒക്കെ അതുമായി ബന്ധപ്പെട്ടതാണ്. പിന്നെ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ആണ്. സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോഴും പ്രത്യേകിച്ചും മാസ്ലോ ഹൈറാർക്കി തിയറി ഒക്കെ ഉണ്ടല്ലോ. ഒരു ബേസിക് നീഡ് സാറ്റിസ്ഫൈ ചെയ്താലേ അടുത്തേക്ക് പോവുള്ളൂ എന്ന് പറഞ്ഞ പോലെ, അല്ലെങ്കിൽ പെർസെപ്ഷൻസ്, ലേണിംഗ്, ബിലീഫ് ആൻഡ് ആറ്റിറ്റ്യൂഡ് ഗൈഡ് ഡിസിഷൻസ്. ഇപ്പോൾ ഒരു കൺസ്യൂമർ അദ്ദേഹം എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് എന്താ പറയാ, ഫാസ്റ്റ് ഫുഡൊന്നും അല്ലാത്ത ഓർഗാനിക് ഫുഡാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തെ വിശ്വാസം അതാണ് ഹെൽത്തിന് നല്ലത്, ആരോഗ്യത്തിന് നല്ലത് അതാണ് എന്ന വിശ്വാസം കൊണ്ടെടുക്കുന്ന ഒരാള് പതിവായിട്ട് പിന്നെ എന്ത് വാങ്ങുള്ളൂ, ഓർഗാനിക് അല്ലെങ്കിൽ അതുപോലെ ഉൽപ്പന്നങ്ങളെ വാങ്ങുള്ളൂ. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു സൈക്കോളജി ഫാക്ടർ അല്ലെങ്കിൽ ഒരു സ്വഭാവം, അദ്ദേഹത്തിന്റെ ഒരു വിശ്വാസം, അദ്ദേഹത്തിന്റെ ആ മനോഭാവം അദ്ദേഹത്തിന് എന്തുണ്ട് പർച്ചേസിങ്ങിൽ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. പിന്നെ അദ്ദേഹം അങ്ങനത്തെ പ്രൊഡക്റ്റ് പ്രിഫർ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ഈ പറഞ്ഞ പെർസെപ്ഷനും ബിലീഫും എല്ലാം എന്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, കൺസ്യൂമർ ബിഹേവിയർ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ആണ്. നമ്മുടെ അടുത്ത ഭാഗം കൺസ്യൂമർ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് ആണ്. കൺസ്യൂമർ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് നമ്മൾ 4ഓളം ഫാക്ടേഴ്സ് പറഞ്ഞ്, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് കൺസ്യൂമർ ബിഹേവിയർ, കൾച്ചറൽ ഫാക്ടേഴ്സ്, സോഷ്യൽ ഫാക്ടേഴ്സ്, പേഴ്സണൽ ഫാക്ടേഴ്സ്, സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്. ഇനി പറയേണ്ടത് കൺസ്യൂമർ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് ആണ്. കൺസ്യൂമർ ഡിസിഷൻ മേക്കിംഗ് ഒരു പ്രോസസ് തന്നെയാണ്. ഒറ്റയടിക്ക് ആരും ഒന്നും വാങ്ങാറില്ല. അതിന് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, അതൊന്നും നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവില്ല, നമ്മൾ ഓർത്തിട്ടുണ്ടാവില്ല. പക്ഷെ നോക്കിക്കഴിഞ്ഞാൽ ഈ സ്റ്റെപ്പുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. നീഡ് ഓർ പ്രോബ്ലം റെക്കഗ്നിഷൻ, അതായത് നമുക്കൊരു ഒരു ആവശ്യം വരുമല്ലോ. ഇപ്പോൾ ഒരാളെ കയ്യിൽ ഉപയോഗിക്കുന്ന ഫോൺ പഴയതാണ്, 2, 3, 4 വർഷം പഴക്കലാണ്, ഭയങ്കര സ്ലോ ആണ്, മെമ്മറി ഫുൾ ആയിട്ടുണ്ട്, പല ഇഷ്യൂസ് കാണിക്കുന്നുണ്ട്, ബാറ്ററിക്ക് ഇഷ്യൂ ഉണ്ട് തോന്നുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് പുതിയൊരു ഫോൺ വാങ്ങേണ്ടതുണ്ട് എന്നൊരു ആവശ്യം തിരിച്ചറിയാണ്. നീഡ് ഓർ പ്രോബ്ലം റെക്കഗ്നിഷന്, അതായത് ഒരു ഗ്യാപ്പ് ബിറ്റ്വീൻ ആക്ച്വൽ ആൻഡ് ഡിസൈഡ് സ്റ്റേറ്റ്, ഒരു ആഗ്രഹം വരികയാണ്. അത് ഇതൊന്ന് മാറ്റിയത് തിരക്കടില്ല, അത് പുതിയതിലേക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്.
അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് ആണ് അത്, ആ തോന്നലാണ് നീഡ് ഓർ പ്രോബ്ലം റെക്കഗ്നിഷൻ. എന്നിട്ട് ഒരു ആവശ്യകത തിരിച്ചറിയാണ്, ഒരു പുതിയൊരു ഐറ്റം പർച്ചേസ് ചെയ്യേണ്ടതുണ്ട്. സെക്കൻഡ് സ്റ്റേജ് ആണ് എന്ത്, ഇൻഫോർമേഷൻ സെർച്ച്. അപ്പൊ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്, ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ കുറച്ച് നേരത്തെ പറഞ്ഞ പോലെ കാർ അല്ലെങ്കിൽ ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ എന്ന് പോലുള്ള ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ കുറച്ച് റിസർച്ച് വർക്ക് വേണമല്ലോ. അപ്പോൾ ഇൻഫർമേഷൻ സെർച്ചിലേക്ക് പോവാണ്. ഗ്യാതറിങ് നോളജ് ഫ്രം പാസ്റ്റ് എക്സ്പീരിയൻസ്, ഫ്രണ്ട്സ്, എക്സ്റ്റേണൽ സോഴ്സ്, ഇതുമായി ബന്ധപ്പെട്ട ആളുകളിൽ നിന്നൊക്കെ നമ്മൾ വിവരങ്ങൾ എടുക്കുന്നുണ്ട്. അപ്പം മൊബൈൽ ഫോണിന്റെ കേസ് ആണെങ്കിൽ ഫ്രണ്ട്സിന്റെ കയ്യിൽ നിന്ന് നമ്മൾ ഇൻഫർമേഷൻസ് എടുക്കും. അവരേതാ ഉപയോഗിച്ചത്, അവരുടെ അഭിപ്രായം എന്താ. ഓൺലൈൻ റിവ്യൂകൾ ധാരാളം ലഭ്യമാണ്. ഓരോ ഐറ്റത്തെ കുറിച്ച് ഓൺലൈൻ തേർഡ് പാർട്ടി റിവ്യൂ സൈറ്റുകളുണ്ട്. ഇനിയിപ്പോൾ ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള പ്ലാറ്റ്ഫോമിലാണെങ്കിൽ അതിൽ തന്നെ ഉണ്ടാവും പർച്ചേസ് ചെയ്ത ആളുകളുടെ എന്താ പറയുക അക്യുറേറ്റ് ആയ റിവ്യൂ നമുക്ക് കിട്ടും. അതേപോലെ മൊബൈൽ ഷോറൂമുകളിൽ നിന്ന് വിവിധ ബ്രാൻഡുകളുടെ ഫോണുകളും വിവരങ്ങൾ പറയുമ്പോൾ വില എത്ര, അതിന്റെ ഫീച്ചേഴ്സ് എത്ര, അതൊക്കെ സെർച്ച് ചെയ്യുന്നുണ്ട്, അതെല്ലാം കളക്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇൻഫർമേഷൻസിന് ശേഷം എന്ത് സംഭവിക്കും, ഇവാലുവേഷൻ ഓഫ് ആൾട്ടർനേറ്റീവ്സ് ആണ്. ഒരുപാട് വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്, ഒരുപാട് ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ഇപ്പൊ മൊബൈൽ ഫോണിന്റെ കേസിലാണെങ്കിൽ പലതരം കമ്പനികളുടെ ഫോണ് ആ ഒരു ബഡ്ജറ്റിൽ അവൈലബിൾ ആണ്. ഇപ്പൊ സാംസങ് ഉണ്ട്, വിവോ, ഐഫോൺ ഉണ്ട്, വൺ പ്ലസ് ഉണ്ട്. ഒരുപാട് കമ്പനികളും ബ്രാൻഡുകളും ഫീച്ചറുകളും ഒക്കെ കയ്യിൽ വന്നിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഫീച്ചേഴ്സ് നോക്കും, അവയെ വില കമ്പയർ ചെയ്ത് നോക്കും. ഈ വിലക്ക് ഇത്ര ഫീച്ചേഴ്സ് ഇവർ തരുന്നുണ്ടല്ലോ, ഇവരെ ക്യാമറ അതിന്റെ ക്വാളിറ്റി എങ്ങനെയാണ്, ബാറ്ററി ലൈഫ് എത്രത്തോളം ഉണ്ട്, ചാർജിങ്, എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. ഓരോ എലമെന്റ് വൈസ്, ഓരോ കമ്പനി വൈസ്, ബ്രാൻഡ് വൈസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. അതിനുശേഷമാണ് പിന്നെ പർച്ചേസ് ഡിസിഷൻ നടക്കുന്നത്. ഓക്കെ, ഇത് മതി എന്ന് തീരുമാനം എടുക്കുന്നത് പർച്ചേസ് ഡിസിഷൻ. അത് വാങ്ങുന്ന തീരുമാനം എങ്ങനെയായിരിക്കും, നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ചായിരിക്കും. ഇതിൽ ആകെ 15,000 രൂപയുള്ളൂ, അപ്പൊ പിന്നെ ഇതേ നടക്കുള്ളൂ എന്ന രീതിയിലേക്ക് ഒരു ചോയ്സ് അവിടെ പോയി നടക്കും. തന്റെ ബഡ്ജറ്റിന്റെ ആവശ്യങ്ങൾക്കും അനുയോജ്യമായിട്ട് വൺ പ്ലസ് ഫോണാണ് ചിലപ്പോൾ വാങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ടാവുക. അതിന് കാരണം മെയിനായിട്ട് ചിലപ്പോൾ ബഡ്ജറ്റ് ആയിരിക്കും. പിന്നെ അതിനുശേഷം എന്ത് ചെയ്യും, വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്, പർച്ചേസ് ചെയ്തു, ഡിസിഷൻസ് എടുത്തു. ഇനി പോസ്റ്റ് പർച്ചേസ് ബിഹേവിയർ ആണ്. പ്രത്യേകിച്ചും ചില പ്രൊഡക്റ്റ് ഒക്കെ വാങ്ങിയാൽ ഡിസാറ്റിസ്ഫൈഡ് ആവാറുണ്ട്. ചിലപ്പോൾ സാറ്റിസ്ഫൈഡ് ആയേക്കാം, എന്തെങ്കിലും ഒന്ന് സംഭവിക്കും, ഓക്കെ കുഴപ്പമില്ലാന്ന് തോന്നിയേക്കാം, അല്ലെങ്കിൽ തിരിച്ചു വേണ്ടില്ലായിരുന്നു, വേറെ ഓപ്ഷൻ, വേറെ ചോയ്സ് ആയിരുന്നു നല്ലത്, വേറെ കമ്പനി ആയിരുന്നു നല്ലത് എന്നൊക്കെ തോന്നിയിട്ടുണ്ടാവാം. പോസ്റ്റ് പർച്ചേസ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ വാങ്ങിയതിന് ശേഷമുള്ള നമ്മുടെ ബിഹേവിയർ ആണ്, നമ്മുടെ പെരുമാറ്റമാണ്. ഇപ്പോൾ ഫോൺ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കും, ആ ബ്രാൻഡ് നമ്മൾ വീണ്ടും ട്രസ്റ്റ് ചെയ്യും, അത് മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്തേക്കാം. ഇൻ കേസ് അതിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ നമ്മൾ എന്താവും, ഡിസാറ്റിസ്ഫൈഡ് ആവും, നമുക്ക് ചിലപ്പോൾ പരാതി ഉണ്ടാവാം, പിന്നെ അല്ലെങ്കിൽ മറ്റുള്ളവരോട് ഇതിനെക്കുറിച്ച് നെഗറ്റീവായിട്ട് നമ്മുടെ അഭിപ്രായം പങ്കുവച്ചേക്കാം, അവരോട് വാങ്ങണ്ട എന്ന് പോലും പറഞ്ഞേക്കാം. അപ്പൊ അങ്ങനെ ആ രീതിയിൽ നെഗറ്റീവായിട്ട് പോസ്റ്റ് പർച്ചേസ് ബിഹേവിയർ ഉണ്ടാകും. ഇപ്പോൾ ഇത്രയും പോയിന്റുകളാണ് കൺസ്യൂമർ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് ഉണ്ടാവുക. ആദ്യം നീഡ് ഐഡന്റിഫൈ ചെയ്യാം, അതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ സെർച്ച്, ഇനി ആ ഇൻഫർമേഷൻ എന്ത് ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്യണം, എന്നിട്ട് ഒരു ഡിസിഷൻ എടുക്കും, പർച്ചേസ് ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ വാങ്ങിയ ശേഷം ഒന്ന് പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള ബിഹേവിയർ ഉണ്ടായേക്കാം അതുമായി ബന്ധപ്പെട്ടിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യന് മോഡൽസ് ഓഫ് കൺസ്യൂമർ ബിഹേവിയർ ആണ്. വ്യത്യസ്ത തരം കൺസ്യൂമർ ബിഹേവിയർ മോഡൽ, ഓരോ ആളുകളെ ഈ കാറ്റഗറൈസ് വെക്കാൻ പറ്റും. ചില എക്കണോമിക് മോഡൽ, ചിലപ്പം സൈക്കോ അനലിറ്റിക്കൽ മോഡൽ, പിന്നെ സോഷ്യോളജിക്കൽ മോഡൽ, ഹവാർഡ് ഷേത്ത് മോഡൽ, പിന്നെ നിക്കോസിയ മോഡൽ, എങ്കൽ ബ്ലാക്ക്വെൽ മിനിയാർഡ് മോഡൽ. നമുക്ക് പരിചയമില്ല, ചിലർക്ക് പരിചയം ഉണ്ടാവും മതി. ഇങ്ങനെ പല രീതിയിൽ മോഡൽസ് എന്തുണ്ട്, ബേസിക് ആയിട്ട് കൺസ്യൂമർ മോഡൽസ് ഉണ്ട്. അപ്പോൾ അതിൽ ഒന്നാണ് എക്കണോമിക് മോഡൽ. എന്തായിരിക്കും എക്കണോമിക് മോഡൽ എന്ന് പറയുമ്പോൾ നോക്കാം. കൺസ്യൂമർ ആസ് റേഷണൽ, എയിമിങ് ഫോർ മാക്സിമം യൂട്ടിലിറ്റി. തികച്ചും എക്കണോമിക്കൽ ആയിട്ടാണ് ചിന്തിക്കുന്നത്, അത് തികച്ചും ലോജിക്കലാണ്, റാഷണലാണ് അത് ചിന്തിക്കുന്നത്. കൺസ്യൂമർ വളരെ റാഷണലാണ്. എങ്ങനെ മാക്സിമം യൂട്ടിലിറ്റി, മാക്സിമം സാറ്റിസ്ഫാക്ഷൻ. പർച്ചേസ് ശരിക്കും എന്തിന്റെ ബേസിലായിരിക്കും, പ്രൈസിന്റെ,
ക്വാളിറ്റിന്റെ യൂസ്ഫുൾനെസ്സിന്റെ ബേസിലായിരിക്കും. അല്ലാതെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടോ ആവശ്യത്തിലധികം ഫീച്ചേഴ്സ് ഉള്ളതോ ഒന്നുമല്ല. തികച്ചും എക്കണോമിക്കലാണ്. ഇപ്പൊ ഒരു ഉപഭോക്താവ് ഒരു ലാപ്ടോപ്പ് വാങ്ങുന്ന സമയത്ത് അദ്ദേഹം നോക്കുന്നത് അതിന്റെ പ്രൈസ് എത്രയാണ്, അതിന്റെ മെമ്മറി, അതിന്റെ പ്രോസസ്സർ സ്പീഡ് എന്നിവയൊക്കെയാണ് കമ്പയർ ചെയ്യുന്നത്. അത് വെച്ചിട്ട് ഏറ്റവും നല്ലൊരു മോഡൽ ആണ് എന്ത് ചെയ്യുന്നത്, ഓപ്റ്റ് ചെയ്യുന്നത്. അല്ലാതെ ഇത് ലോ ബജറ്റ് ലാപ്ടോപ്പാണ്, ഇത് മാറ്റി എനിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അത് വേറെ എലമെന്റുകളാണ്. അപ്പൊ തികച്ചും എക്കണോമിക്കലായിട്ട് അതിന്റെ പർച്ചേസ് തികച്ചും പ്രൈസ്, ക്വാളിറ്റി, അതിന്റെ യൂട്ടിലിറ്റി മാത്രം വെച്ചിട്ടാണ് എങ്കിൽ അതിനെ എക്കണോമിക് മോഡൽ എന്ന് പറയാൻ പറ്റും. മറ്റൊരു മോഡൽ സൈക്കോ അനലിറ്റിക്കൽ മോഡലാണ്. സൈക്കോ അനലിറ്റിക്കൽ മോഡൽ എന്ന് പറയുമ്പോൾ ബിഹേവിയർ ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ സബ് കോൺഷ്യസ് മോട്ടീവ്സ്, ഇമോഷൻസ് ആൻഡ് ഡിസയർ. നമ്മളെ മനസ്സിന്റെ അകത്തുള്ള ബിഹേവിയർ ഇൻഫ്ലുവൻസ്ഡ് ബൈ സബ് കോൺഷ്യസ് മോട്ടീവ്സ്. അതായത് ഇപ്പൊ ഒരു ചെറിയൊരു കുട്ടി ചോക്ലേറ്റ് വാങ്ങാണ്, അല്ലെങ്കിൽ കടയിൽ നിന്ന് ഒരു ചോക്ലേറ്റ് ആ കുട്ടി എടുക്കുന്നത് ആ കുട്ടി കുറെ ചിന്തിച്ചിട്ടൊന്നും ആവില്ല. എനിക്കറിയാം ഇന്ന ഐറ്റംസ് എനിക്ക് അലൗഡ് ആവുള്ളൂ, ഇന്നതിലേക്കൊന്നും പോകാൻ പറ്റില്ല, ഇതൊന്നും അനുവദിക്കാറില്ല, ഇന്നത് ഓപ്റ്റ് ചെയ്താൽ അത് പെട്ടെന്ന് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ പല ഒരു ചിന്തന്റെ പിറകിലായിരിക്കും അത് എടുക്കുന്നുണ്ടാവാം. അപ്പൊ തികച്ചും അവിടുത്തെ ചോയ്സ്, ഡിസിഷനെ എന്തിന്റെ ബേസിലാണ്, ഒരു സബ് കോൺഷ്യസ് ഇതൊന്നും ചിന്തിക്കാതെ ഓട്ടോമാറ്റിക് ആയിട്ട് ഒന്ന് പിക്ക് ചെയ്യാണ്. ഇതിന് കാരണം ആണ് മുകളിൽ പറഞ്ഞത്, അതൊന്നും നോക്കിയിട്ട് എടുത്തതല്ലല്ലോ. അത് സൈക്കോ അനലിറ്റിക്കൽ മോഡലാണ്. ബിഹേവിയർ ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ സബ് കോൺഷ്യസ് മോട്ടീവ്സ്, ഇമോഷൻസ്, ഡിസയർ. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോകുന്ന ഒരു കാര്യമാണത് സൈക്കോ അനലിറ്റിക്കൽ മോഡൽ എന്നത്. മറ്റൊന്ന് സോഷ്യോളജിക്കൽ മോഡലാണ്. അതായത് ഗൈഡഡ് ബൈ സോഷ്യൽ ഗ്രൂപ്പ്സ്, ക്ലാസ്, കൾച്ചർ. തികച്ചും സോഷ്യൽ ഫാക്ടേഴ്സ് ആണ്. ബിഹേവിയർ ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ചോയ്സ് ആർ ഗൈഡഡ് ബൈ സോഷ്യൽ ഗ്രൂപ്പ്സ്, ഫാമിലി, ക്ലാസ് ഓർ കൾച്ചർ. ഇപ്പോൾ ഒരാൾ ഒരു ഫാഷൻ ട്രെൻഡ് ഫോളോ ചെയ്യുന്നു, അത് എന്തിന്റെ ബേസിലായിരിക്കും? അവരെ ഫ്രണ്ട്സ്, അവരെ ഇൻഫ്ലുവൻസ് അതിൽ വലിയൊരു ഘടകമായിരിക്കും. ഇനി അതല്ലെങ്കിൽ കൾച്ചറൽ ഫാക്ടേഴ്സ് ഉണ്ടാവും, അവരെ കൾച്ചറിന്റെ ഒരു എലമെന്റുകൾ. ഇത് ചില നാട്ടിൽ ചില വസ്ത്രങ്ങൾ അതേ പറ്റുള്ളൂ എന്നൊക്കെ പറയാറുണ്ടല്ലോ. അതെന്തായാലും കാരണം അവിടുത്തെ കൾച്ചറൽ ഫാക്ടേഴ്സ് ആണ്. അപ്പൊ അങ്ങനെ പല കാരണങ്ങളായിരിക്കും മെയിൻ ആയിട്ട് ഈ പറഞ്ഞ സോഷ്യോളജിക്കൽ മോഡലിൽ വരുന്ന ഫാക്ടേഴ്സ് ആണ് ഈ പറഞ്ഞത്. പിന്നെ ഉള്ളത് നമുക്ക് അടുത്ത് പറയേണ്ടത് ഹവാർഡ് ഷേത്ത് മോഡലാണ്. ഹവാർഡ് ഷേത്ത് ഒരു ആളുകൾ കൊണ്ടുവന്ന തിയറിയാണ്, അതുകൊണ്ടാണ് ആ പേര് പറയാണ് നിക്കോസിയ മോഡൽ. അടുത്തത് അതൊക്കെ ആ പേരിലുള്ള ഓരോ തിയറികളാണ്, എക്സ്പേർട്ടിന്റെ പേരിലുള്ള തിയറികളാണ്, അങ്ങനെ ആ പേര് വരാൻ കാരണം. ഹവാർഡ് ഷേത്ത് മോഡൽ എന്ന് പറയുമ്പോഴേ ശരിക്കും സംഭവിക്കുന്നത് എക്സ്പ്ലെയിൻ ബ്രാൻഡ് ചോയ്സ് ത്രൂ ഇൻപുട്ട്, പെർസെപ്ഷൻ, ലേണിംഗ് ആൻഡ് ഔട്ട്പുട്ട്. ഇവിടെ ഒരു സ്റ്റെപ്പ് ബൈ പ്രോസസ്സ് പറയുന്നുണ്ട്. അതായത് ബ്രാൻഡ് ചോയ്സ് ത്രൂ ഒരു ഇൻപുട്ട്, ഒരു സ്റ്റിമുലി വരുന്നുണ്ട്. അതായത് അത് ഇപ്പോൾ പരസ്യം കാണുമ്പോഴാണ് ഒരു ആഗ്രഹം വരുന്നത്, ഒരു ഉത്തേജനം വരുന്നത്. അപ്പോൾ അതാണ് അവിടെ സ്റ്റിമുലി. ഇപ്പൊ ഒരാള് ഒരു കൺസ്യൂമർ 3 ബ്രാൻഡുകളുടെ സോഫ്റ്റ് ഡ്രിങ്ക് ആയിക്കോട്ടെ, 3 സോഫ്റ്റ് ഡ്രിങ്കുകളുടെ പരസ്യങ്ങൾ കാണുകയാണ്. അപ്പൊ ഒരു ഇൻപുട്ട് കിട്ടി, ഒരു സ്റ്റിമുലി വന്ന്. പിന്നെ അടുത്ത പോയിന്റ് നമ്മൾ പെർസെപ്ഷൻ ആണ്. ആ പെർസെപ്ഷൻ എന്ന് പറയുമ്പോൾ ആ 3ഉം ഒന്ന് നോക്കുക, ഒന്ന് പരിശോധിക്കുകയാണ്, എങ്ങനെയുണ്ട്, എന്താണ് ഇവരെ വ്യത്യാസം, എന്തെല്ലാണ് ഒരു പെർസെപ്ഷൻ. അതിനുശേഷം അത് ലേണിംഗ് നടത്തുകയാണ്. അതിനെ കുറിച്ചൊന്ന് അറിയാൻ ശ്രമം നടത്തുന്നത്, അതൊന്ന് പരീക്ഷിച്ച് നോക്കുന്നത്. അവസാനം ലേണിങ്ങിന് ശേഷം ഒരു ഔട്ട്പുട്ട് വരുന്നുണ്ട്. ഔട്ട്പുട്ട് എന്തായിരിക്കും? പർച്ചേസ് ആയിരിക്കും, ഒരു പർച്ചേസ് ഡിസിഷൻ ആയിരിക്കും. അവസാനം അതിൽ ഒരെണ്ണം, ആ 3 ബ്രാൻഡിൽ ഒരെണ്ണം, പെപ്സി ആണെങ്കിൽ പെപ്സി, അതെന്ത് ചെയ്യുന്നു? ഓപ്റ്റ് ചെയ്യുന്നു. അതെന്താണ്? ഔട്ട്പുട്ടാണ്. അപ്പൊ ഈ രീതിയിലാണ് ഹവാർഡ് ഷേത്ത് മോഡല് പറയുന്നത്. പിന്നെ 5ാമത്തെ ലാസ്റ്റ് മോഡല്, പിന്നെ അടുത്തത് നിക്കോസിയ മോഡലാണ്. ഇതും ഒരു എക്സ്പേർട്ടിന്റെ പേരാണ്, ആ തിയറിന്റെ പേരാണ് അങ്ങനെ, നിക്കോസിയ മോഡല്. ഇത് പ്രകാരം ഫോക്കസ് ഓൺ ഫേംസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് കൺസ്യൂമേഴ്സ് ആറ്റിറ്റ്യൂഡ്. ഫേംസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോഴേ ഒരു ഫേമിന്റെ ഒരു പരസ്യത്തിൽ ശ്രദ്ധയിൽപ്പെടുന്നു. അതിനുശേഷം കാണുന്ന കൺസ്യൂമർ ഒരു ആറ്റിറ്റ്യൂഡ് അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നു.
ഇപ്പോൾ ഒരു ഫോണിന്റെ പരസ്യം കാണുന്നു, ആ പരസ്യം ഫോക്കസ് ചെയ്യുന്നത് ഒരു ക്യാമറ ഫീച്ചറിലാണ്. അപ്പോൾ ഈ പറയുന്ന കൺസ്യൂമർ അത് ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ആ പരസ്യത്തിൽ അദ്ദേഹം വീഴുക എന്ന് പറയുമ്പോൾ അദ്ദേഹം ആഗ്രഹിച്ച ഒരു ഫീച്ചറാണ് ക്യാമറയ്ക്ക് വരുന്നത്. അതോട് കൂടിയിട്ട് അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ് എന്താണ്, അപ്ഡേറ്റ് ചെയ്യാണ്. അങ്ങനെ ഫോൺ വാങ്ങുന്നു. ഫോക്കസ് ഓൺ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ഫേംസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് കൺസ്യൂമേഴ്സ് ആറ്റിറ്റ്യൂഡ്. ആറ്റിറ്റ്യൂഡിന് പാകത്തിനുള്ള ഒരു പരസ്യമാണ് അവർ ഇറക്കിയതാണ് അതിന്റെ വിജയം. നോക്കാം. നിക്കോസിയ മോഡലാണ് ഒരു 5ാമത്തെ മോഡലായിട്ട് വരുന്നത്. പിന്നെ ലാസ്റ്റത്തെ ഒരു കൺസ്യൂമർ ബിഹേവിയർ മോഡലാണ് എംഗൽ ബ്ലാക്ക്വെൽ മിനാർഡ് മോഡല്. പേര് വലുതാണെങ്കിൽ ഒരു ചെറിയൊരു കോൺസെപ്റ്റ് പ്രകാരം ഇത് കവർ ചെയ്യാം. അതായത് ഇവിടെ ഒരു പ്രോബ്ലം സ്റ്റേജ് ഉണ്ട്. വ്യത്യസ്ത സ്റ്റേജ് ഉള്ളത്. ഒന്ന്, ഒരു പ്രോബ്ലം സ്റ്റേജിൽ സ്റ്റാർട്ട് ചെയ്യുന്നു, അങ്ങനെ ഇൻഫർമേഷൻ സെർച്ച് ചെയ്യുന്നു, ഒരു ഇവാലുവേഷനിലേക്ക് എത്തുന്നു, അതിൽ നിന്ന് പർച്ചേസ്, പിന്നെ അതിന്റെ പോസ്റ്റ് പർച്ചേസ് ബിഹേവിയർ. അങ്ങനെ ഒരു സ്റ്റേജിലൂടെയാണ് ഈ മോഡൽ കടന്നു പോകുന്നത്. പ്രോബ്ലം റെക്കഗ്നിഷൻ ടു ഔട്ട്കംസ്. ഇതിനിടയിൽ എന്തൊക്കെ നടക്കുന്നുണ്ട്? പ്രോബ്ലം സ്റ്റേജ്, പ്രോബ്ലം റെക്കഗ്നിഷൻ ടു ഔട്ട്കംസ് എന്ന് പറയുമ്പോൾ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്, പ്രോബ്ലം റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്, ദെൻ ഇൻഫർമേഷൻ സെർച്ച്, അതിനുശേഷം ഇവാലുവേഷൻ, പിന്നെ പർച്ചേസ്, ഏറ്റവും ലാസ്റ്റ് പോസ്റ്റ് പർച്ചേസ് ബിഹേവിയർ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരാള് അദ്ദേഹത്തിന്റെ വീട്ടിൽ പഴയൊരു റെഫ്രിജറേറ്റർ ഉണ്ട്. അപ്പോൾ ഒരു വീട്ടിൽ പോയ സമയത്ത് അവർ പുതിയൊരു റെഫ്രിജറേറ്റർ വാങ്ങിയത് കാണുന്നു. അവരെങ്ങനെ വാങ്ങിയത് നോക്കുമ്പോൾ അവർ പഴയത് എക്സ്ചേഞ്ച് ചെയ്താണ്. അപ്പോൾ ഇയാൾക്കൊരു പ്രോബ്ലം റെക്കഗ്നൈസ് ചെയ്യാണ്, ഈ പഴയതും ഇതുപോലെ മാറ്റിക്കളയാം. അങ്ങനെ ലഭ്യമായ മോഡലുകൾ പരിശോധിക്കുന്നു, അത് ഇൻഫർമേഷൻ സെർച്ചിലേക്ക് എത്തി. അങ്ങനെ തൻ്റെ കയ്യിലുള്ള ബഡ്ജറ്റിന് താരതമ്യം ചെയ്തിട്ട് അതിന് പാകത്തിനുള്ള ഒരു ഇവാലുവേഷനിലൂടെ ഒന്ന് ഓപ്റ്റ് ചെയ്യുന്നു, ഒന്ന് ഒരു ചോയ്സിലേക്ക് എത്തുന്നു. അങ്ങനെ പുതിയത് ആകുന്നു, പുതിയ റെഫ്രിജറേറ്റർ പർച്ചേസ് ചെയ്തു. ഏറ്റവും ലാസ്റ്റ് സ്റ്റേജ് പോസ്റ്റ് പർച്ചേസ് ബിഹേവിയർ ആണ് എന്ന് പറയുമ്പോൾ ഒന്നില്ലെങ്കിൽ സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഡിസാറ്റിസ്ഫൈഡ് ആയിരിക്കും. അതെന്തോ ആവട്ടെ, ആ ബിഹേവിയറിനെയാണ് പോസ്റ്റ് പർച്ചേസ് ബിഹേവിയർ. ഇത്തരം സ്റ്റേജിലൂടെയാണ് എന്ത് കടന്നു പോകുന്നത്, എംഗൽ ബ്ലാക്ക്വെൽ മിനാർഡ് മോഡല് പറയുന്നത്. ഇനി മോഡൽസ് ഓഫ് കൺസ്യൂമർ ബിഹേവിയർ: എക്കണോമിക് മോഡല്, സൈക്കോ അനലിറ്റിക്കൽ മോഡൽ, സോഷ്യോളജിക്കൽ മോഡൽ, ഹവാർഡ് സെറ്റ് മോഡൽ, നിക്കോസിയ മോഡൽ, എംഗൽ ബ്ലാക്ക്വെൽ മിനാർഡ് മോഡൽ. ഇത്തരം മോഡൽസിന് ശേഷം നമുക്ക് പറയാനുള്ളത് ടൈപ്സ് ഓഫ് കൺസ്യൂമർ ബൈയിങ് ബിഹേവിയർ ആണ്. വ്യത്യസ്ത തരത്തിലുള്ള ബൈയിങ് ബിഹേവിയർ ഉണ്ട്. ബൈയിങ് ബിഹേവിയർ എന്ന് പറയുമ്പോൾ ബിഹേവിയർ അറ്റ് ദ ടൈം ഓഫ് ബൈയിങ് എ പ്രൊഡക്റ്റ് ഓർ സർവീസ്. നോക്കാം, അത് കോംപ്ലക്സ് ബൈയിങ് ബിഹേവിയർ ഉണ്ട്, ഡിസണൻസ് റെഡ്യൂസിങ് ബിഹേവിയർ ഉണ്ട്, ഹാബിച്വൽ ബൈയിങ് ബിഹേവിയർ, വെറൈറ്റി സീക്കിംഗ് ബൈയിങ് ബിഹേവിയർ. മിക്കതിലും ആ പേരിൽ തന്നെ ഉണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പോൾ ഏറ്റവും ആദ്യത്തെ കോംപ്ലക്സ് ബൈയിങ് ബിഹേവിയർ ആണ്. കോംപ്ലക്സ് ബൈയിങ് ബിഹേവിയർ എന്ന് പറയുമ്പോൾ ഹൈ ഇൻവോൾവ്മെന്റ്, സിഗ്നിഫിക്കന്റ് ബ്രാൻഡ് ഡിഫറൻസ്. ഇപ്പോൾ കാറിന്റെ കേസ് എടുക്കുക, എന്തോരം കാർ കമ്പനികളുണ്ട്, വ്യത്യസ്ത ബ്രാൻഡുകളുണ്ട്, അവർക്ക് വ്യത്യസ്ത എന്താ പറയാ കാറ്റഗറി പ്രൊഡക്റ്റുകളുണ്ട്, വ്യത്യസ്ത തരം കാറുകളുണ്ട്. ഇപ്പൊ ലാപ്ടോപ്പിന്റെ കേസ് അതന്നെ, വ്യത്യസ്ത ബജറ്റിൽ വ്യത്യസ്ത ഫീച്ചേഴ്സോട് കൂടിയിട്ട് വ്യത്യസ്ത കാറ്റഗറി, വ്യത്യസ്ത ഉദ്ദേശത്തിനുള്ള ലാപ്ടോപ്സ് ഉണ്ട്. അപ്പോൾ ഇത്തരം കേസുകളിൽ ബൈയിങ് ബിഹേവിയർ എന്താണ്, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, കുറച്ച് കോംപ്ലക്സ് ആണ്. എന്തുകൊണ്ട് കോംപ്ലക്സ് എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഹൈ ഇൻവോൾവ്മെന്റ് ആവശ്യമുണ്ട്. മാത്രമല്ല വളരെ ഡിഫറെന്റ് ആയിട്ട് വളരെ വ്യത്യസ്തമായ ബ്രാൻഡുകളുണ്ട്. അപ്പോൾ ഇതിൽ ഏത് ഓപ്റ്റ് ചെയ്യണമെന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. കോംപ്ലക്സ് ബൈയിങ് ബിഹേവിയർ ടൈപ്പ് ഓഫ് ബിഹേവിയർ ആണ്. ഇത് എല്ലാ പ്രൊഡക്റ്റുകളും സ്യൂട്ട് ആവില്ല. അപ്പൊ ഇത് നേരത്തെ പറഞ്ഞ പോലെ ലാപ്ടോപ്പ്, കാറ്, അതുപോലുള്ള കേസുകളിൽ ഇത് എന്താവുള്ളൂ, ഈ കോംപ്ലക്സ് ബൈയിങ് ബിഹേവിയർ വരുള്ളൂ. അവിടെയാണ് ഹൈ ഇൻവോൾവ്മെന്റ് വരുള്ളൂ. നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ബൈയിങ് എ കാർ. ഇപ്പോൾ ഒരു കാർ എന്ന് പറയുമ്പോൾ അത് കുറച്ച് റിസർച്ച് വർക്കിന്റെ പിറകിൽ ഉണ്ടാവാറുണ്ട്. പെട്ടെന്ന് തീരുമാനിച്ച് ഒന്ന് വാങ്ങല്ല ചെയ്യാറുള്ളത് സാധാരണ. ലൈക് കൺസ്യൂമേഴ്സ് സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം റിസർച്ചിങ് ഡിഫറെന്റ് ബ്രാൻഡ്സ്. ഇപ്പോൾ ടയോട്ട ഉണ്ട്, ഹ്യുണ്ടായി ഉണ്ട്, ടാറ്റ ഉണ്ട്. ഇതിൽ ഏതെടുക്കണം, ടയോട്ട വേണോ അല്ലെങ്കിൽ മാരുതി ഉണ്ട്. അപ്പൊ അത് കുറച്ച് എന്താണ് കോംപ്ലക്സ് ബൈയിങ് ബിഹേവിയർ ആണ്. ഇതെങ്ങനെ ഓപ്റ്റ് ചെയ്യും, പിന്നെ കമ്പയറിങ് ഫീച്ചേഴ്സ്. കാറിന്റെ കേസ് ആകുമ്പോൾ അവർ ഓഫർ ചെയ്യുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ മൈലേജ് എങ്ങനെയാ, സേഫ്റ്റി ഫീച്ചർ എങ്ങനെയാ, പ്രൈസ് എങ്ങനെയാ. അപ്പൊ ഇതിന്റെ ഒക്കെ ബേസിലാണ് ഒരു ഡിസിഷൻ എടുക്കുക. അതാണ് ഇത് കോംപ്ലക്സ് ബൈയിങ് ബിഹേവിയർ.
കുറച്ച് സമയം കാലമൊക്കെ എടുത്തിട്ടാണ് എന്ത് ചെയ്യാം ഇതൊരു ഫുൾഫിൽ ചെയ്യുക, ഇതൊരു ഫൈനൽ സ്റ്റേജിലേക്ക് എത്തുക. അത് ടൈപ്പ് ഓഫ് കൺസ്യൂമർ ബിഹേവിയർ ആണ്. എല്ലാ പർച്ചേസും ഇങ്ങനെ ആവുന്നില്ല. മറ്റൊന്ന് ഡിസോണൻസ് റെഡ്യൂസിങ് ബൈയിങ് ബിഹേവിയർ ആണ്. ഡിസോണൻസ് റെഡ്യൂസിങ് ബൈയിങ് ബിഹേവിയർ എന്ന് പറയുമ്പോൾ ഇവിടെയും മുകളിലെ പോലെ ഹൈ ഇൻവോൾവ്മെന്റ് ഉണ്ട്. മാത്രമല്ല പക്ഷെ എന്താണ്, ബ്രാൻഡുകളുടെ എണ്ണം കുറവാണ്. ബ്രാൻഡ് എണ്ണം കുറവെന്നല്ല, ബ്രാൻഡുകൾ തമ്മിൽ ഫീച്ചേഴ്സിന്റെ വ്യത്യാസം എന്താണ്, കുറവാണ്. ഇപ്പൊ ഇൻഷുറൻസിന്റെ കേസിൽ എല്ലാ പോളിസിയും ഒരേപോലെ തന്നെ ആയിരിക്കും അതിന്റെ ഫീച്ചർ പറയാം, അതിന്റെ വിലയിൽ വലിയ മാറ്റം ഉണ്ടാവാറില്ല. അങ്ങനെ മിക്ക എലമെന്റുകളും ഏകദേശം ഒരേപോലെ ആയിരിക്കും. പക്ഷെ ഇവിടെ എന്ത് വേണം, ഇൻവോൾവ്മെന്റ് ഹൈ ആണ്. മുകളിലും ഇൻവോൾവ്മെന്റ് ഹൈ തന്നെയാണ്. പക്ഷെ അവിടെ എന്തുണ്ടായിരുന്നു, ഓരോ ബ്രാൻഡും വ്യത്യസ്ത ഫീച്ചർ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ ബ്രാൻഡ് ഡിഫറൻസ് എന്തല്ല, മുകളിലത്തെ അത്ര പോലെ വളരെ കൂടുതലല്ല. പ്രത്യേകിച്ചും ഒരു ബൈയിങ് ലൈഫ് ഇൻഷുറൻസ്, ആ കേസിൽ കൺസ്യൂമേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, ഹൈ ഇൻവോൾവ്മെന്റ് വേണ്ട കേസ് തന്നെയാണ്. കാരണം അത് എന്താണ്, ഇൻഷുറൻസ് പോളിസിയാണ്. മാത്രമല്ല പക്ഷെ സിമിലർ എല്ലാ കമ്പനികളുടെയും പോളിസികൾ എന്തായിരിക്കും, ഒരേ കാറ്റഗറിയിൽ പെട്ടതൊക്കെ സിമിലർ ആയിരിക്കും, ഒക്കെ ഒരേപോലെ ആയിരിക്കും. അപ്പോൾ ഡിസിഷൻസ് എന്തായിരിക്കും, എളുപ്പമാണ്. പക്ഷെ എന്ത് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടും, പോസ്റ്റ് പർച്ചേസ് എന്ന ആ ഒരു എലമെന്റ് അവിടെ വളരെ കൂടുതലായിരിക്കും. ആ ഡിസണൻസ് അത് പിന്നീട് അത് ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വാങ്ങിക്കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ചുള്ള ഒരു ഇമ്പാക്റ്റ്, അത് വേണ്ടിയിരുന്നോ വേണ്ടില്ലായിരുന്നോ എന്നത്, അല്ലെങ്കിൽ വേറെ പോളിസി എടുത്താൽ മതിയിരുന്നു എന്ന ചിന്ത ഇവിടെ ഹൈ ആയിരിക്കും. അതാണ് ഡിസണൻസ് റെഡ്യൂസിങ് ബൈയിങ് ബിഹേവിയർ. പിന്നുള്ളത് ഹാബിച്വൽ ബൈയിങ് ബിഹേവിയർ ആണ്. ഹാബിച്വൽ ബൈയിങ് ബിഹേവിയർ എന്ന് പറയുമ്പോൾ അവിടെ ഇൻവോൾവ്മെന്റ് ലോ ആണ്. ഹാബിച്വൽ ആയതുകൊണ്ട് തന്നെ ഫ്യൂ ബ്രാൻഡ് ഡിഫറൻസേ ഉള്ളൂ. ഇപ്പൊ ഹാബിച്വൽ കാഷ്വൽ ആണ്. അതായത് ഇപ്പോൾ ബൈയിങ് സാൾട്ട്, ഇപ്പൊ വീട്ടാവശ്യത്തേക്ക് നമ്മൾ ഇതുപോലുള്ള എന്താ പറയാ കാര്യങ്ങൾ വാങ്ങുന്ന സമയത്ത് അവിടെ ബ്രാൻഡുകൾ നോക്കാറില്ല. ഒന്ന് നോർമലി വാങ്ങുന്ന ഒന്ന് എടുത്ത് പോരാ എന്നേ ഉണ്ടാവുള്ളൂ അല്ലെ. അതിന്റെ പിറകിൽ വലിയൊരു റിസർച്ച് വർക്കോ അല്ലെങ്കിൽ ചിന്തകളോ ഒന്നും ഇല്ലല്ലോ. അത് തികച്ചും ഹാബിച്വലാണ്. ഒരു വലിയ കമ്പാരിസൺ ഒന്നും ആൾ നടത്താറില്ല അല്ലെ, തികച്ചും ഹാബിച്വലാണ്. അതാണ് ഹാബിച്വൽ ബൈയിങ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ. ഏറ്റവും ലാസ്റ്റ് വെറൈറ്റി സീക്കിംഗ് ബിഹേവിയർ ആണ്. വെറൈറ്റി സീക്കിംഗ് ബിഹേവിയർ എന്ന് പറയുമ്പോൾ പേരിൽ തന്നെ ഉണ്ട്, വെറൈറ്റി സീക്ക്. അപ്പോൾ ലോ ഇൻവോൾവ്മെന്റ് ആണ്. അവിടെ എന്ത് മാത്രമേ ഉള്ളൂ, വെറൈറ്റി സീക്ക് ചെയ്യുക, വ്യത്യസ്തത അന്വേഷിച്ച് പോവുക. അപ്പൊ ചില കേസുകളിൽ റെസ്റ്റോറന്റ് കേസിലൊക്കെ ആണെങ്കിൽ ചില ആളുകളുണ്ട്, അവർ ഓരോ പ്രാവശ്യം ഓരോ സ്ഥലത്ത് നിന്ന് ഇനി ഇവിടുന്ന് ട്രൈ ചെയ്യാം, അത് കഴിഞ്ഞിട്ട് അപ്പുറത്തൊരു പുതിയ റെസ്റ്റോറന്റ് വരുമ്പോൾ പിന്നെ അങ്ങോട്ട്, അത് കഴിഞ്ഞാൽ പിന്നെ തൊട്ടടുത്തേക്ക്. അങ്ങനെ പല സമയത്തും ഇത്തരം ആളുകൾ, ഈ ഗ്രൂപ്പ്, ഈ ട്രെൻഡ് മാറി മാറി വരാറുണ്ട്. തികച്ചും വെറൈറ്റി സീക്കിംഗ് ബൈയിങ് ബിഹേവിയർ ആയതുകൊണ്ടാണ്. പിന്നെ ഇപ്പോ സോഫ്റ്റ് ഡ്രിങ്ക്സിന്റെ കേസിലാണെങ്കിൽ, ഇപ്പൊ പൊട്ടാറ്റോ ചിപ്സ് നോക്കുകയാണെങ്കിൽ പല കമ്പനികളുടെയും പല രൂപത്തിലും ഭാവത്തിലും ഒക്കെ പ്രൊഡക്റ്റ് കാണാൻ പറ്റാറുണ്ട്. സോഫ്റ്റ് ഡ്രിങ്ക്സും അങ്ങനെ തന്നെയാണ്. അപ്പൊ കൺസ്യൂമേഴ്സ് എന്ത് ചെയ്യും, വെറൈറ്റി സീക്കിംഗ് ആണ് ഇവിടുത്തെ മെയിൻ എലമെന്റ്. ഇപ്പോൾ സോഫ്റ്റ് ഡ്രിങ്ക്സ് ആണെങ്കിലും പൊട്ടാറ്റോ ചിപ്സ് ആണെങ്കിലും കൺസ്യൂമേഴ്സ് ഓരോ സമയത്ത് മാറി മാറി പർച്ചേസ് ചെയ്യും. മാറ്റി പർച്ചേസ് ചെയ്യാനുള്ള കാരണം അതിൽ ഡിസാറ്റിസ്ഫൈഡ് ഒന്നല്ല, അതിന് മുമ്പേ വാങ്ങിയതിന് എന്തെങ്കിലും വിഷയം ഉള്ളത് കൊണ്ടുമല്ല. പിന്നെന്താണ്, ഇത് പുതിയത്, ഇത് എങ്ങനെയുണ്ട് നോക്കാം, ഇത് വെറൈറ്റിക്ക് വേണ്ടിയിട്ടാണ്. അത് ഒരിക്കലും എന്തല്ല, നോട്ട് ബിക്കോസ് ഓഫ് ദേ ആർ ഡിസാറ്റിസ്ഫൈഡ് ബട്ട് ബൈ ഫോർ വെറൈറ്റി എന്നതാണ് വെറൈറ്റി സീക്കിംഗ്. അപ്പം നമുക്ക് ഈ ഭാഗം കൺക്ലൂഡ് ചെയ്യാം. ടൈപ്സ് ഓഫ് കൺസ്യൂമർ ബിഹേവിയർ മെയിൻ ആയിട്ട് 4 തരം ഉണ്ട്. കോംപ്ലക്സ് ബൈ ബിഹേവിയർ ആണ്, ഹൈ ഇൻവോൾവ്മെന്റ് ആവശ്യമുള്ള, സിഗ്നിഫിക്കന്റ് ബ്രാൻഡ് ഡിഫറൻസ് ഉള്ള, കെയർ ആവശ്യമുള്ള, കാറ്, ലാപ്ടോപ്പ് പോലുള്ളവ പർച്ചേസ് ചെയ്യുമ്പോൾ. പിന്നെ ഡിസണൻസ് റെഡ്യൂസിങ് ബിഹേവിയർ ആണ്. ഇവിടെ ഡിസണൻസ് റെഡ്യൂസ് ചെയ്യുന്ന ബിഹേവിയർ ആണ്. കാരണം അവിടെ ഹൈ ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്ന് മാത്രമല്ല, പിന്നെന്താണ്, ബ്രാൻഡുകൾ സിമിലർ ആണ് അവരുടെ ഫീച്ചേഴ്സ്. ഇപ്പൊ ഇൻഷുറൻസ് പോളിസികളാണെങ്കിൽ മിക്ക കമ്പനികളുടെയും ഒരേ റേഞ്ച് ആയിരിക്കും അതിന്റെ പ്രീമിയം, അവർ ഓഫർ ചെയ്യുന്ന ഫീച്ചേഴ്സും ഒക്കെ. അപ്പൊ ആ കാര്യം കൊണ്ട് വലിയ ഒരു എന്താണ്, ഹൈ ഇൻവോൾവ്മെന്റോട് കൂടിയിട്ട് ഒന്ന് ഓപ്റ്റ് ചെയ്യുന്നു. അതോട് കൂടിയിട്ട് അവിടെ ഡിസോണൻസിന് ചാൻസ് ഇല്ല. കാരണം അത് ഡിസാറ്റിസ്ഫാക്ഷൻ ചാൻസ് ഇല്ല. കാരണം അത് എന്താ പറയാ, അതിന്റെ പ്രത്യേകത അങ്ങനെയാണ്. അപ്പൊ അതാണ് ഡിസോണൻസ് റെഡ്യൂസിങ് ബിഹേവിയർ എന്ന് പറഞ്ഞത്. പിന്നെ ഹാബിച്വൽ ബൈ ബിഹേവിയർ ആണ്, തികച്ചും ഹാബിച്വൽ ആണ്. പിന്നെ വെറൈറ്റി സീക്കിംഗ് ബിഹേവിയർ എന്ന് പറയുമ്പോൾ അത് എന്താണ്, തികച്ചും വെറൈറ്റിക്ക് പിറകെ പോവുകയാണ്. നെക്സ്റ്റ് കൺസ്യൂമർ റിസർച്ച് മെത്തേഡ്സ് ആണ്. മെയിനായിട്ട് 4 കൺസ്യൂമർ റിസർച്ച് മെത്തേഡ്സ് ഉണ്ട്. ക്വാണ്ടിറ്റേറ്റീവ്, ഒബ്സർവേഷണൽ, എക്സ്പെരിമെന്റൽ.
ക്വാണ്ടിറ്റേറ്റീവ് ക്വാളിറ്റേറ്റീവ് വ്യത്യാസം നമുക്ക് പേരിൽ തന്നെ അറിയാൻ പറ്റും. ഒന്ന് ക്വാണ്ടിറ്റേറ്റീവ് ആണ്, സർവേ, ക്വസ്റ്റ്യനെയർ പോലുള്ള വെച്ചിട്ടുള്ള മെത്തേഡാണ്. തികച്ചും ക്വാണ്ടിറ്റേറ്റീവ് ആണത്, ക്വാണ്ടിറ്റേറ്റീവ് നാച്ചർ ആണ്. അതായത് ഡാറ്റന്റെ ബേസിൽ, നമ്പേഴ്സ്, പെർസെൻറ്റേജിലെ ബേസിൽ ഒരു സർവേ നടത്തി എങ്ങനെ ഉണ്ടാവും, ഒരു ക്വസ്റ്റ്യൻ ബേസ് സർവേ നടത്തി എങ്ങനെ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു മൊബൈൽ ഫോൺ കമ്പനി അതിന്റെ കൺസ്യൂമേഴ്സിന് തങ്ങളുടെ പുതിയ മോഡലിന്റെ വില എത്രത്തോളം അവർക്ക് അനുയോജ്യമാണെന്ന് അറിയാൻ ഒരു 1000 കൺസ്യൂമേഴ്സ് വെച്ചിട്ട് ഒരു സർവേ നടത്തി എങ്ങനെ ഉണ്ടാവും. ഇന്ന ഫീച്ചർ ഉണ്ട്, അതിന് എത്ര വിലയാണ്, താങ്കൾ അതിന് യോജിപ്പുണ്ടോ, താങ്കൾക്ക് അത് ഇഷ്ടപ്പെടുമോ, അങ്ങനെ രീതിയിൽ ക്വസ്റ്റ്യൻ ഉണ്ടാക്കി ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ഡാറ്റ കിട്ടും. അത് തികച്ചും ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ആണ്. അത് ക്വാണ്ടിറ്റേറ്റീവ് ഫാക്ടേഴ്സിന്റെ ബേസിലാണ് അത്. നെക്സ്റ്റ് ക്വാളിറ്റേറ്റീവ് ആണ്, തികച്ചും എന്താ പറയാ, അതായത് ഇവിടെ ഇന്റർവ്യൂ അതല്ലെങ്കിൽ ഫോക്കസ് ഗ്രൂപ്പ്സ് എന്ന രീതിയിലാണ് എന്ത് ചെയ്യുക, ഡാറ്റ കളക്ട് ചെയ്യുക. അതായത് കൺസ്യൂമേഴ്സിന്റെ അഭിപ്രായങ്ങൾ എങ്ങനെയുണ്ട് നോക്കുന്നു, അവരുടെ അനുഭവങ്ങൾ ചോദിച്ചറിയുന്നു, പിന്നെ അവർക്ക് എങ്ങനെയാണ് ഈ ആഗ്രഹം വരാനുള്ള കാരണം, എങ്ങനെ ഇത് ഓപ്റ്റ് ചെയ്തത് എന്നിത്യാദി കാര്യങ്ങൾ ഒരു സർവേ ചെയ്യാൻ കഴിയില്ല. തികച്ചും ക്വാളിറ്റേറ്റീവ് ആണ്. ഒരു ഇൻഡെപ്ത് ഇന്റർവ്യൂയിലൂടെയോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൽ വെച്ചിട്ട്, ഒരു ഫോക്കസ് ഗ്രൂപ്പിൽ വെച്ചിട്ട് ഒരു ചർച്ചയിലൂടെയൊക്കെ വരേണ്ട സംഗതികളാണ്. ഇപ്പോൾ ഒരു ചോക്ലേറ്റ് ബ്രാൻഡ് പുതിയ ഒരു ഐറ്റം ഇറക്കാൻ പോവുകയാണ്. അപ്പൊ അതിന്റെ ടേസ്റ്റ് എങ്ങനെ ആയിരിക്കണം, അത് ആളുകൾ സ്വീകരിക്കപ്പെടും ഇല്ലേ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു 10 അവരെ കസ്റ്റമേഴ്സിനെ വെച്ചിട്ട് ഒരു ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്തി എങ്ങനെ ഉണ്ടാകും, കുറച്ച് വിവരങ്ങൾ അതിന് കിട്ടുമല്ലോ, ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ പറ്റുമല്ലോ. അപ്പൊ അത് ക്വാളിറ്റേറ്റീവ് ആണ്. പിന്നെ ഉള്ളത് ഒബ്സർവേഷനിലാണ്. ഒബ്സർവേഷൻ എന്ന് പറയുമ്പോൾ എന്താ പറയാ, ഒബ്സർവ് ചെയ്യാണ്. ഇവിടെ ഒന്നും ചോദിക്കുന്നില്ല, ഒന്നും കളക്ട് ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്യാണ്. ഇപ്പോൾ ആളുകൾ സൂപ്പർ മാർക്കറ്റിൽ, വാൾമാർട്ട് പോലുള്ള വമ്പൻ സൂപ്പർ മാർക്കറ്റിൽ ഇപ്പോൾ ഓരോ ഏരിയകളിൽ ഓരോ പ്രൊഡക്റ്റ് ആയിരിക്കും വെച്ചിട്ടുണ്ടാവുക. അപ്പൊ അവര് ഏതാണ് ഓപ്റ്റ് ചെയ്യുന്നത്, അവർ എന്തിന്റെ ബേസാണ് ഓപ്റ്റ് ചെയ്തത്, അവര് അത് എന്തൊക്കെയാണ് സ്വാധീനിക്കുന്നത്. ചില ആളുകൾ നേരെ കാട്ടിലേക്ക് വലിച്ചിട്ടുണ്ടാവും, ചില ആളുകൾ അത് ഓരോ പ്രൊഡക്റ്റിന്റെയും വിലയും തൂക്കവും നോക്കുന്നുണ്ടാവും, അതിന്റെ ഫീച്ചർ നോക്കുന്നുണ്ടാവും, അതിൽ വായിച്ചു നോക്കുന്നുണ്ടാവും. അപ്പൊ അത് ഒബ്സർവ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും, ഒബ്സർവേഷൻ റിസർച്ച് അതേ പറയാം. ഒരു സൂപ്പർ മാർക്കറ്റിലെ ഉപഭോക്താക്കൾ ഇപ്പോൾ ഒരു മിൽക്ക് ബ്രാൻഡ് എങ്ങനെയാണ് അവർ ഓപ്റ്റ് ചെയ്യുന്നത്, മിൽമ ഓപ്റ്റ് ചെയ്യുന്നവരുണ്ടാകാം, മറ്റുള്ള ബ്രാൻഡുകൾ ഓപ്റ്റ് ചെയ്യുന്നവരുണ്ടാവും. അപ്പൊ എന്തിന്റെ ബേസിലാണ് അത് ഓപ്റ്റ് ചെയ്തത്, അത് അവര് ആ ഷെൽഫിന്റെ അടുത്തേക്ക് പോകുന്നു, അതിന്റെ ഡോർ ഓപ്പൺ ചെയ്യുന്നു, അവരത് എടുക്കുന്നത്, അത് നോക്കുന്നത്, അതൊക്കെ ഒബ്സർവ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും, അത് ഒബ്സർവേഷണൽ റിസർച്ച് ആണ്. ഏറ്റവും ലാസ്റ്റ് എക്സ്പെരിമെന്റൽ റിസർച്ച്. എക്സ്പെരിമെന്റൽ റിസർച്ച് എന്ന് പറയുമ്പോൾ ടെസ്റ്റിംഗ് റെസ്പോൺസസ് ടു ഡിഫറെന്റ് പ്രൈസ്, പാക്കേജിങ്, പ്രൊമോഷണൽ സ്ട്രാറ്റജീസ് ആണ്. ഓരോ കാര്യങ്ങളും എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കുകയാണ്, അതിന്റെ വില മാറ്റി നോക്കുകയാണ്, എങ്ങനെ ഉണ്ടാകും, വില കൂട്ടിയാൽ എങ്ങനെ ഉണ്ടാവും, വില കുറച്ചാൽ എങ്ങനെ എന്താ സംഭവിക്കുന്നത്, അതിന്റെ പാക്കേജ് സ്റ്റൈലിൽ മാറ്റം വരുത്തുകയാണ്, പ്രൊമോഷണൽ ആക്ടിവിറ്റീസിൽ മാറ്റം വരുത്തുകയാണ്. ആ ഓരോ മാറ്റത്തിനും എന്ത് മാറ്റമാണ് സംഭവിച്ചതെന്ന് ടെസ്റ്റ് ചെയ്താൽ എങ്ങനെ ഉണ്ടാകും. ഇപ്പോൾ ഒരു സോഫ്റ്റ് ഡ്രിങ്ക് കമ്പനി 2 വ്യത്യസ്ത പാക്കേജിലുള്ള എന്താ പറയാ, 2 വ്യത്യസ്ത പാക്കറ്റ് വെച്ചിട്ട്, 2 വ്യത്യസ്ത രൂപത്തിലുള്ള പാക്കറ്റ് വെച്ചിട്ട് 2 ഗ്രൂപ്പിലേക്ക് എക്സ്പെരിമെന്റ് നടത്തുന്നത്. പബ്ലിക്കായിട്ട് അത് ലോഞ്ച് ചെയ്യുന്നില്ല. എന്നിട്ട് ഏത് പാക്കേജാണ് ഇവർ കൂടുതൽ ഓപ്റ്റ് ചെയ്യുന്നത്, ഏത് ബോട്ടിലാണ് ഇവർ ഓപ്റ്റ് ചെയ്യുന്നത് എന്ന് കണ്ടെത്തുന്നു. അപ്പൊ അതേ സ്വഭാവം തന്നെ ആയിരിക്കും മാർക്കറ്റിലേക്ക് വന്നാലും ഉണ്ടാവുക. അതൊരു എക്സ്പെരിമെന്റൽ റിസർച്ച് ആണ്. അപ്പൊ ആ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, കൺസ്യൂമർ റിസർച്ച് മെത്തേഡ്സ് ഉണ്ട്. കൺസ്യൂമേഴ്സ് സ്വഭാവം അറിയാൻ പറ്റുന്ന മെത്തേഡ്സ് ആണ് ക്വാളിറ്റേറ്റീവും ഒബ്സർവേഷനിലും പിന്നുള്ളത് എക്സ്പെരിമെന്റലും. ഇനി ഏറ്റവും ലാസ്റ്റ് നമുക്ക് പറയുന്നത് ആപ്ലിക്കേഷൻ ഓഫ് കൺസ്യൂമർ ബിഹേവിയർ ആണ്. ഇത് എവിടെയൊക്കെ ഈ കൺസ്യൂമർ ബിഹേവിയറിന്റെ ആവശ്യമുണ്ട്, എനിക്ക് എവിടെയൊക്കെ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഒന്ന് ഡിസൈനിങ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് യൂസിങ് സെഗ്മെന്റേഷൻ ആൻഡ് പൊസിഷനിങ്. സെഗ്മെന്റേഷന്റെ കേസിലും പൊസിഷന്റെ കേസിലും അങ്ങേയറ്റത്തെ ഉപകാരം കൺസ്യൂമർ ബിഹേവിയറിലുണ്ട്. അപ്പോൾ ഏത് സ്ട്രാറ്റജി ഡിസൈൻ ചെയ്യണം എന്നത് കൺസ്യൂമർ ബിഹേവിയർ അനുസരിച്ചിരിക്കും. ഡെവലപ്പിംഗ് പ്രൊഡക്ട്സ് ബേസ്ഡ് ഓൺ അൺമെറ്റ് കൺസ്യൂമേഴ്സ് നീഡ്സ്. കൺസ്യൂമേഴ്സിന്റെ നീഡ്സിന് മാച്ച് ആവുന്ന രീതിയിൽ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ സെറ്റിംഗ് പ്രൈസസ് അക്കോർഡിംഗ് ടു കൺസ്യൂമർ സെൻസിറ്റിവിറ്റി. കാരണം ഒരു സെൻസിറ്റീവ് ഫാക്ടർ കൂടെയാണ് പ്രൈസിലെ ചെറിയ ഏറ്റക്കുറച്ചുകൾ പോലും ബൈയിങ് ബിഹേവിയറിനെ ബാധിച്ചേക്കാം. അപ്പം ആക്ച്വൽ ശരിക്കുള്ള പ്രൈസ്, ആ ബാലൻസ്ഡ് പ്രൈസ് എത്രയെന്ന് അറിയാൻ വേണ്ടിയിട്ടും ഡിസൈനിങ് പ്രൊമോഷൻസ് വിത്ത് സ്യൂട്ടബിൾ മീഡിയ ആൻഡ് മെസ്സേജ്
അപ്പീൽസ്. അതായത് ഏത് മീഡിയയിൽ പരസ്യം ചെയ്താലാണ് ആളുകൾ ശ്രദ്ധിക്കപ്പെടുന്നത്. യുവാക്കൾക്കുള്ള പ്രൊഡക്റ്റ് ആണെങ്കിൽ അത് ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലാണ് അത് പരസ്യം ചെയ്യേണ്ടത്, അത് തീരുമാനിക്കാനും. ചൂസിങ് ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ് ദാറ്റ് മാച്ച് കൺസ്യൂമർ ഷോപ്പിംഗ് പ്രിഫറൻസ്. ഇപ്പോൾ ഓരോ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ ഉണ്ടല്ലോ, അപ്പോൾ അത് വ്യത്യസ്ത ലെവലുകളുണ്ട്. അപ്പോൾ ഇതിൽ ഏത് ഓപ്റ്റ് ചെയ്യണം, ഏത് ചാനലിലൂടെയാണ് ഈ പ്രോഡക്റ്റ് ഇഷ്യൂ ചെയ്യേണ്ടത്, അത് എങ്ങനെ ചെയ്താലാണ് ആളുകൾ സ്വീകരിക്കപ്പെടുക എന്ന് തീരുമാനിക്കാനും. സപ്പോർട്ടിംഗ് പബ്ലിക് പോളിസീസ് ഓൺ കൺസ്യൂമർ റൈറ്റ്സ് ആൻഡ് അവയർനെസ്. മാത്രമല്ല നേരത്തെ ഗവൺമെന്റ് ലെവലിലാണെങ്കിൽ പോളിസി മേക്കിങ്ങിലും അല്ലെങ്കിൽ റെഗുലേഷൻസിൽ കൺസ്യൂമർ റൈറ്റ്സ് അവരൊക്കെ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയുക എന്നത് ഒരു വലിയ ഘടകമാണ്. എമേർജിങ് ട്രെൻഡ്സ് ഇൻ കൺസ്യൂമർ ബിഹേവിയർ. കൺസ്യൂമർ ബിഹേവിയറിൽ കണ്ടുവരുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയ ട്രെൻഡുകൾ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. റൈസ് ഓഫ് ഡിജിറ്റൽ ആൻഡ് ഓൺലൈൻ ബൈയിങ് ത്രൂ ഇ കൊമേഴ്സ് ആൻഡ് മൊബൈൽ ഫോൺ. ഇന്ന് മിക്ക പ്രൊഡക്റ്റുകളും ഓൺലൈൻ ഷോപ്പിങ്ങിലൂടെയാണ് അല്ലെങ്കിൽ മൊബൈൽ ആപ്പിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, പർച്ചേസ് ചെയ്യപ്പെടുക എന്നത് ഏറ്റവും എമർജിങ് ട്രെൻഡാണ്. അത് ട്രെൻഡ് വന്നു കഴിഞ്ഞതാണ്. അപ്പം അത് മറ്റൊരു ട്രെൻഡ് പ്രിഫറൻസ് ഫോർ ഇക്കോ ഫ്രണ്ട്ലി ആൻഡ് സസ്റ്റൈനബിൾ പ്രൊഡക്റ്റ് അല്ലേ. അതായത് പ്രകൃതിക്ക് ദോഷമുണ്ടാക്കാത്ത തരത്തിലുള്ള പ്രൊഡക്റ്റുകൾക്ക് ഒരു വിഭാഗമെങ്കിലും ഓപ്റ്റ് ചെയ്യുന്നുണ്ട്. അതിന് കുറച്ച് വില കുറച്ച് കൂടുതലാണെങ്കിലും വേണ്ടില്ല എന്ന രീതിയിൽ. അപ്പോൾ അതൊരു ട്രെൻഡാണ്. അത് ഫോക്കസിങ് ഏരിയ ആവേണ്ടതാണ്. ഇക്കോ ഫ്രണ്ട്ലി സസ്റ്റൈനബിൾ പ്രൊഡക്റ്റുകൾക്ക് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ആവശ്യക്കാരെന്നുണ്ട്. അവർക്ക് അത് ആവശ്യപ്പെടാനുള്ള കാരണം അവർക്ക് എൻവയോൺമെന്റൽ കൺസേൺ ഉള്ളത് കൊണ്ടായിരിക്കാം. ഗ്രോവിങ് ഇമ്പോർട്ടൻസ് ഓഫ് എക്സ്പീരിയൻസ് ഓവർ മെറ്റീരിയൽ ഓണർഷിപ്പ്. ആളുകൾക്ക് ഇന്ന് എന്താ പറയാ, ഒരു എക്സ്പീരിയൻസ് മതി, അല്ലെങ്കിൽ അത് സ്വന്തമാക്കണമെന്നൊന്നുമില്ല, വലിയ വില കൊടുത്ത് സ്വന്തമാക്കണമെന്നില്ല, ജസ്റ്റ് അനുഭവിച്ചാൽ അറിഞ്ഞാൽ മതി എന്ന ട്രെൻഡ് ഉണ്ട്. പിന്നെ അപ്പോൾ ഇൻഫ്ലുവൻസ് ഓഫ് സോഷ്യൽ മീഡിയ റിവ്യൂ, പിയർ ഗ്രൂപ്പ്സ് ആൻഡ് ഡിജിറ്റൽ ഇൻഫ്ലുവൻസേഴ്സ്. വളരെയധികം ഡിജിറ്റൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നുണ്ട്, പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ ആയിട്ട്. മാത്രമല്ല സോഷ്യൽ മീഡിയ റിവ്യൂകൾ, അതുപോലെ തേർഡ് പാർട്ടി റിവ്യൂ സൈറ്റുകളുടെ റിവ്യൂ, പിന്നെ പിയർ ഗ്രൂപ്പ്സിന്റെ റിവ്യൂ ഒക്കെ. റിവ്യൂവിന് വലിയൊരു ഘടകമുണ്ട്. അതുകൊണ്ട് പല കമ്പനികളും ഇല്ലാത്ത റിവ്യൂ എങ്ങനെയല്ലോ കൃത്യമായിട്ട് തികച്ചും ഫാബ്രിക്കേറ്റ് ചെയ്ത് ഉണ്ടാക്കാറുണ്ട്. കാരണം അവർക്ക് അറിയാം ആ റിവ്യൂവിന്റെ എത്രത്തോളം അത് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടും എന്നത്. പിന്നെ യൂസ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് പേഴ്സണലൈസേഷൻ ഇൻ ഷോപ്പിംഗ് എക്സ്പീരിയൻസ്. ഷോപ്പിംഗ് എക്സ്പീരിയൻസിലേക്ക് വളരെയധികം പങ്ക് AI-കൾക്കുണ്ട്. അതും വലിയൊരു എമർജിങ് ട്രെൻഡായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇത്രയും ഭാഗമാണ് മാർക്കറ്റിംഗിൽ രണ്ടാമത്തെ ക്ലാസ് ആയ കൺസ്യൂമർ ബിഹേവിയർ നമുക്ക് പറയാനുണ്ടായിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട MCQ ക്വസ്റ്റ്യനുകൾ ഇതിന് പിറകെ അപ്ലോഡ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.